പേര് ദീപക്. ആദ്യമായിട്ട് മാതാവിനും യേശു ക്രിസ്തുവിനും നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കട്ടെ. ഞാൻ വരുന്നത് ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ ഇടവകളിൽ നിന്നാണ് വരുന്നത്. ഇന്ന് ഞാൻ പ്രധാനമായിട്ട് 3 സാക്ഷ്യങ്ങൾ പറയാനാണ് വന്നിരിക്കുന്നത്. എൻ്റെ കുടുംബം ഇന്ന് എൻ്റെ ഒപ്പം വന്നിട്ടുണ്ട്. എനിക്കുണ്ടായ അനുഭവം 2004 ജൂലൈയിൽ ഞാൻ വന്നിവിടെ ഉടമ്പടി എടുത്തായിരുന്നു. പ്രധാനമായിട്ടും 6 നിയോഗങ്ങളാണ് വെച്ചത്. അതിലേറ്റവും വലിയ നിയോഗം വെച്ചത് എനിക്ക് 13 വർഷമായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊമോഷൻ കിട്ടുന്നില്ല അത് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോഴത്തേക്കും എനിക്ക് എല്ലാവരും നോക്കി അങ്ങനെ വലിയ ഉടമ്പടിയിൽ ഇതെല്ലാം എല്ലാവർക്കും ഇത് കിട്ടും അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതൊക്കെയാണ് പോയത്. എല്ലാവരും നോക്കി അങ്ങനെ വലിയ കാര്യങ്ങളായിട്ടൊന്നും നോക്കിയില്ല. ഒരുതരം അഹങ്കാരമായിരുന്നു എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ. പുറമേ കാണാൻ അങ്ങനെ വലിയ അഹങ്കാരമൊന്നും തോന്നിക്കുന്നില്ലെങ്കിലും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ചെറിയ അഹങ്കാരം ഉണ്ടായിരുന്നു. എനിക്കെല്ലാം ഉണ്ട്, എനിക്കെല്ലാ കഴിവുകളും ഉണ്ടെന്നുള്ളത്. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് തിരിച്ചവിടെ ചെന്നു. എന്നിട്ട് ഞാൻ ഉടമ്പടി ജീവിതം സ്റ്റാർട്ട് ചെയ്തില്ല. അവിടെ ചെന്നിട്ട് വീണ്ടും കൂട്ടുകാരോടെ മദ്യപിക്കാനും ഒക്കെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉടമ്പടി ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഒറ്റ മാസം കൊണ്ട് എനിക്ക് ഇൻ്റർവ്യൂ കോൾ വരുന്നു. ഇതിനു മുമ്പ് ഞാൻ 13 വർഷം തലകുത്തി എന്നിട്ട് എനിക്ക് പല ഇൻ്റർവ്യൂവിന് പോയിട്ടും ഒന്നും പ്രൊമോഷൻ കിട്ടിയില്ല. പക്ഷേ ഈ പ്രാവശ്യം ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഒറ്റ മാസം ഇൻ്റർവ്യൂ കോൾ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നു. പിറ്റേ മാസം എനിക്ക് അവർ സെലക്ട് ചെയ്ത് ഓഫർ ലെറ്റർ തരുന്നു. അതിൻ്റെ പിറ്റേ മാസം, അതായത് കഴിഞ്ഞ ഈ 27-ാം തീയതി എൻ്റെ ഉടമ്പടി ജീവിതം കഴിഞ്ഞു. എനിക്ക് ഇൻ്റർവ്യൂ ഓഫർ ലെറ്റർ വന്ന് ഞാൻ ഇപ്പോൾ ഉള്ള കറണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാറി ഞാൻ പുതിയ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നു അടുത്ത മാസം. അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. ഞാൻ കുറേ നിന്ന് തലകുത്തി ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യം ഉടമ്പടി എടുത്തപ്പോഴത്തേക്കും എനിക്ക് 3 മാസം കൊണ്ട് നടന്നു കിട്ടി. അതിൻ്റെ ഏറ്റവും വലിയ കാര്യം പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ ആദ്യം വന്നപ്പോഴത്തേക്ക് ഉടമ്പടി എടുക്കാൻ നിന്നപ്പോൾ പോലും എൻ്റെ ഉള്ളിൽ അഹങ്കാരം ഞാൻ കാണിച്ചിരുന്നു. ഇതൊക്കെ എല്ലാവരും ഇവിടെ മുട്ടുവേനയ്ക്കും പല്ലുവേനയ്ക്കും വേണ്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു, എനിക്കിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത രീതിയിലാണ് വന്നത്. പക്ഷേ അവിടെ ചെന്ന് ഞാൻ നാഥാൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴും ഞാൻ ഒറ്റ കാര്യം മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. എനിക്ക് എൻ്റെ ജോലിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഉള്ളിനുണ്ടെങ്കിലും പക്ഷേ ഞാൻ പ്രാർത്ഥിച്ച ഒരേ ഒരു കാര്യം, എന്നെ ഒന്ന് മാറ്റിത്തരണേ എന്നാണ്. എൻ്റെ ഉള്ളിലെ അഹങ്കാരം അതൊക്കെ അതായത് എന്നെ പൂർണ്ണമായിട്ടും ട്രാൻസ്ഫോം ചെയ്യണമെന്നായിരുന്നു പക്ഷേ അവിടെ ചെന്ന് ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ഭയങ്കര മാറ്റമുണ്ടായി. ഞാനെന്നും കൊന്തയെല്ലാം തുടങ്ങി. വർക്കിൽ പോകുമ്പോൾ പോലും അവിടെ നിന്ന് കൊന്തയെല്ലാം തുടങ്ങി. വീട്ടിൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും കൊന്തയൊല്ലയും കൃപാസനം പ്രാർത്ഥന ചൊല്ലുകയൊക്കെ ചെയ്തു. അങ്ങനെ ഭയങ്കര ആത്മീയമായിട്ട് എനിക്ക് വളരാൻ തുടങ്ങി. എനിക്ക് കൂടുതൽ പ്രാർത്ഥിക്കാനും ദൈവത്തിലേക്ക് വിശ്വാസം കൊണ്ടുവരാൻ വേണ്ടി എനിക്ക് തോന്നി. അത് ഞാൻ പണ്ടൊക്കെ വിചാരിച്ചിരുന്ന എല്ലാ ആൾക്കാരും ഇതൊക്കെ മനസ്സ് വെച്ചാൽ നടക്കും, അതിന് പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും വേണ്ട, നമ്മുടെ മനസ്സ് പോസിറ്റീവായിട്ട് വെച്ചാൽ മതി എന്നൊക്കെ വിചാരിച്ച് ഞാൻ നടന്നു വരുന്ന ആളാണ്. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് എനിക്ക് സ്വന്തം അനുഭവത്തിൽ ബോധ്യം വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എത്ര ശ്രമിച്ചാലും ദൈവം അനുഗ്രഹിച്ചില്ലെങ്കിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. നമ്മൾ എത്ര തലകുത്തി ഞാൻ വിചാരിച്ചു എനിക്ക് പ്രൊമോഷൻ കിട്ടാൻ ഞാൻ വളരെ എഡ്യൂക്കേറ്റഡ് ആണ്. അതായത് എനിക്ക് അത്യാവശ്യം ക്വാളിഫിക്കേഷൻ ഉണ്ട്, എനിക്ക് സംസാരിക്കാൻ അറിയാം, കാണാൻ അത്യാവശ്യം വലിയ മോശമൊന്നുമില്ല, ഞാൻ നല്ലപോലെ ജോലി ചെയ്യുന്നവനാണ്, അതൊക്കെ വിചാരിച്ച് നടന്നവനാണ് ഞാൻ. പക്ഷേ ഞാൻ 13 വർഷം തലകുത്തി കിടന്ന് നടക്കാഞ്ഞത് 3 മാസം ദൈവത്തിൻ്റെ അനുഗ്രഹം, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് കിട്ടിയതെന്ന് ഞാൻ ഉറച്ച് വിശ്വാസം പറയുന്നു. അതിനകത്ത് എനിക്ക് യാതൊരു സംശയമില്ല. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, എൻ്റെ വൈഫ് എൻ്റെ മുമ്പ് 2023 ഉടമ്പടി എടുത്തായിരുന്നു. അന്ന് ഞാനിവിടെ വന്നപ്പോഴത്തേക്കൊക്കെ ഞാൻ മാതാവിന് എല്ലാം ചെയ്തു കൊടുത്തു, പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തില്ല. പക്ഷേ വൈഫ് ആദ്യമായിട്ട് നിയോഗം വെച്ചത്, എൻ്റെ വൈഫ് മോനിവിടെ പഠിക്കുമായിരുന്നു. അപ്പോൾ തിരിച്ചങ്ങോട്ട് പോകാൻ ഉള്ളൊരു ഇതായിരുന്നു. അവിടെ ചെന്ന് അവന് മോന് അഡ്മിഷൻ കിട്ടണം, വീണ്ടും 9ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ കിട്ടണം. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പം ഇവിടെ നിയോഗം വെച്ചു. എന്നിട്ട് ഇവിടുന്ന് പോയി ഞങ്ങൾ അവിടെ ചെന്ന് അഡ്മിഷന് ട്രൈ ചെയ്തു. അഡ്മിഷൻ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ വിചാരിച്ച സ്കൂളിൽ തന്നെ കിട്ടി. അതായത് ഞാൻ കഴിഞ്ഞ 5-6 വർഷമായിട്ട് ശ്രമിച്ചിരുന്ന സ്കൂളായിരുന്നു അഡ്മിഷൻ കിട്ടാൻ വേണ്ടി, എൻ്റെ മോന് വേണ്ടി. പക്ഷേ 9ാം ക്ലാസ്സിൽ ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് ഇവിടുന്ന് മന്ത്രിമാരുടെ റെക്കമെൻഡേഷനോടുകൂടി ലെറ്ററിലോടുകൂടി അവിടെ ചെന്ന് അഡ്മിഷൻ എടുക്കേണ്ട ഒരു അവസ്ഥയുള്ള സ്കൂളുകളാണ്. എന്നിട്ട് അവിടെ ചെന്ന് എനിക്ക് ഒരു റെക്കമെൻഡേഷൻ ഇല്ല, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം എനിക്ക് അവിടെ നിന്ന് കിട്ടി.
അവിടെ നിന്നാണ് എൻ്റെ വിശ്വാസ ജീവിതം ശരിക്കട്ടെ എനിക്ക് ബോധ്യപ്പെട്ടു തുടങ്ങിയത് എന്താണ് സംഭവം, എന്താണ് ഉടമ്പടി എന്നുള്ളത്. പക്ഷേ ഞാൻ എന്നിട്ട് ഉടമ്പടി എടുത്തു. ഞാൻ കഴിഞ്ഞ വർഷം ഈ ജൂലൈയിലാണ് വന്ന് ഉടമ്പടി ഞാൻ എടുത്തത്. അപ്പോഴത്തേക്ക് എനിക്കുണ്ടായ ഏറ്റവും വലിയ അനുഭവം ഇതാണ്. അതായത് നമ്മൾ വിചാരിച്ചാലൊന്നുമല്ല, ദൈവം അനുഗ്രഹിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ. അങ്ങനെ എനിക്ക് മനസ്സിലായി. ഞാൻ വളരെ അഹങ്കരിച്ച് നടന്ന് എനിക്കെല്ലാം കഴിവുണ്ടെന്ന് അഹങ്കരിച്ച് നടന്ന ദൈവം എന്നെ കുത്തിച്ചു. ഞാൻ മുട്ടയെ കുത്തിന്ന് പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും ദൈവനോട് കനിഞ്ഞു, എന്നെ അനുഗ്രഹിച്ചു, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു. ഞങ്ങളിന്ന് എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കുടുംബ പ്രാർത്ഥനയും ജപമാലയൊക്കെ ചൊല്ലുന്നുണ്ട്. അതുകൂടാതെ തന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് അവിടെ ഞങ്ങളെല്ലാവരും കുടുംബമായിട്ട് ദുബായിലാണ്. അപ്പം അവിടെ ഈ ഫുഡ് കൊടുക്കുന്ന പരിപാടി നമ്മളിങ്ങനെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഞാനത് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ സഹായം ചെയ്യുന്നുണ്ട് ആൾക്കാരുടെ അടുത്ത്. അതായത് എൻ്റെ അറിയുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിലൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കും. ഏറ്റവും ഒരു കാര്യം കൊണ്ട് പറയുന്നത് എന്താ, ഞാൻ എല്ലാവരും പറഞ്ഞ് എനിക്ക് പ്രൊമോഷൻ കിട്ടിയത് നിനക്ക് അർഹതപ്പെട്ടാണ് നിനക്ക് കിട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അന്ന് എല്ലാവരോടും പറഞ്ഞില്ല എനിക്ക് അർഹതപ്പെട്ടതെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ദൈവം എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് കിട്ടിയെന്ന് എല്ലാവരോടും കുറച്ച് പറയും. അങ്ങനെ എല്ലാവരും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണ് എൻ്റെ ഈ സാക്ഷ്യം ഞാനിവിടെ ദൈവത്തിനും യേശു ക്രിസ്തുവിനും മാതാവിന് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ കുടുംബത്തെ എല്ലാവരും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സമർപ്പിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. 9-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും, അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും. സ്നേഹം നിറഞ്ഞവരെ, ദീപക് ജെയിംസ് എന്ന സഹോദരനാണ് തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ സാക്ഷ്യം നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത്. ഈ സഹോദരൻ തൻ്റെ സാക്ഷ്യത്തിൽ വളരെ ശ്രദ്ധേയമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് പരിശുദ്ധ അമ്മയ്ക്ക് സമയത്തിൻ്റെ മേലുള്ള അധികാരം. നമ്മളെപ്പോഴും പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി സാക്ഷ്യം കേൾക്കുമ്പോൾ ശ്രദ്ധേയമായിട്ട് കേൾക്കുന്നതാണ്, വളരെ ദീർഘകാലമായിട്ട് ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ വേണം അല്ലെങ്കിൽ തനിക്ക് നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും പരിശുദ്ധ അമ്മ വളരെ സമയ ചുരുക്കത്തിൽ ഇടപെട്ടുകൊണ്ട് ഉടമ്പടി പ്രാർത്ഥനയിലൂടെ അനുഗ്രഹിക്കുന്നതായിട്ട്. 13 വർഷമായിട്ട് ഒരു നല്ല ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ സാധിക്കാതിരുന്ന കാര്യം ഉടമ്പടി എടുത്ത് ഏതാനും ചില മാസങ്ങൾക്കുള്ളിൽ പരിശുദ്ധ അമ്മ ആ വിഷയത്തിന് തീർപ്പ് കൽപ്പിക്കുന്നത് ഈ സഹോദരൻ്റെ സാക്ഷ്യത്തിൽ നമ്മൾ ശ്രദ്ധേയമായിട്ട് ശ്രവിച്ചതാണ്. രണ്ടാമതായിട്ട് ഈ സഹോദരൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞിന് ഒരു നല്ല സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കുവാനായിട്ട് 6 വർഷമായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള ഇടപെടൽ ശ്രദ്ധേയമായിട്ട് ഈ സഹോദരന് മറ്റൊരു കാര്യമുണ്ട്. മന്ത്രിമാരുടെ റെക്കമെൻഡേഷനിലൂടെ മാത്രം കിട്ടുന്ന അഡ്മിഷൻ, ആരുടെയും ഒരു റെക്കമെൻഡേഷനും ഇല്ലാതെ ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയുടെ ആത്മീയമായിട്ടുള്ള ആ ഒരു ചൈതന്യത്തിൽ നിന്നുകൊണ്ട് ഈ കുടുംബത്തിന് ലഭിക്കുന്നുവെന്ന്. സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ അമ്മ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നത് അതവൻ്റെ ഏത് സാഹചര്യങ്ങളിലായിരുന്നാലും പരിശുദ്ധ അമ്മ അതൊന്നും നോക്കാതെ ആ വ്യക്തിയുടെ ആവശ്യങ്ങളിൽ ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ ഉടമ്പടിയുടെ ആധാരമായിട്ട് എടുക്കുന്ന വചനഭാഗം കാനായിലെ കല്യാണ വിരുന്നാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ പരിശുദ്ധ അമ്മ കുടുംബത്തിൻ്റെ അടിയന്തരമായിട്ടുള്ള അവസ്ഥയിൽ വളരെ ശക്തമായിട്ട് ഇടപെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അടിയന്തരമായിട്ടുള്ള ഏത് സാഹചര്യമുണ്ടായാലും ഉടമ്പടി പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയുമായിട്ട് നല്ലൊരു ബന്ധത്തിൽ ഐക്യത്തിൽ ജീവിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ പരിശുദ്ധ അമ്മ ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ സഹോദരൻ പറഞ്ഞു, ഉടമ്പടി ജീവിതത്തിൽ ആകമാനം ഒരു പരിവർത്തനത്തിന് കാരണമായെന്ന്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏറ്റവും വലിയ കാര്യം ഇതാണ്, ഉടമ്പടി പ്രാർത്ഥന കാലത്തിനനുസരിച്ച് മനുഷ്യനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഓരോ സമയത്തിനുമനുസരിച്ചുകൊണ്ട് ഉടമ്പടിക്ക് പുതിയതായിട്ടുള്ള ഭാവങ്ങളുണ്ടാകുന്നു, പുതിയതായിട്ടുള്ള രൂപങ്ങളുണ്ടാകുന്നു, പുതിയതായിട്ടുള്ള ദൈവശാസ്ത്രങ്ങളുണ്ടാകുന്നു. അപ്പോൾ ഉടമ്പടി എന്ന് പറയുന്നത് ഒരു കാലത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ള പ്രാർത്ഥനയല്ല, അത് നമ്മൾ നിത്യതയോളം കൂട്ടിക്കൊണ്ടുപോകുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഉടമ്പടി ആരാധനയിൽ നമ്മൾ സജീവമായിട്ട് പങ്കുചേരണമെന്ന്. ഉടമ്പടിയുടെ അപ്ഡേഷൻസ് നമ്മൾ ഉടമ്പടി ആരാധനയിലാണ് ശ്രവിക്കുക. അതുകൊണ്ട് തന്നെ ഉടമ്പടി എന്ന് പറയുന്നത് അതൊരു ദീർഘകാലത്തേക്കുള്ള പ്രാർത്ഥനയാണ്, അതൊരു ചുരുക്കകാലത്തേക്കുള്ള പ്രാർത്ഥനയല്ല. ദീർഘകാലത്തേക്ക് നമ്മൾ പ്രാർത്ഥിച്ച് നിത്യതയോളം നമ്മൾ എത്തിക്കുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഉടമ്പടിയിൽ കാലത്തിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളും രൂപഭാവങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതാണ് ഈ സഹോദരൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് നമ്മൾക്ക് ശ്രദ്ധേയമായിട്ട് കാണുവാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം. സ്നേഹം നിറഞ്ഞവരെ, ഉടമ്പടിയിൽ ആയിരിക്കുന്ന നമുക്ക്
കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥന ജീവിത രീതിക്ക് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ യാത്ര ചെയ്യുവാനായിട്ടുള്ള വലിയ അനുഗ്രഹം പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവരുടെ കുടുംബത്തിലെ പരിശുദ്ധ അമ്മ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയാം. ഇരുകരങ്ങളും അടിച്ച് ദൈവത്തിരുനാമത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.